ഈ ചെക്കനെ വെച്ചുകൊണ്ട് ഈ കോൺഗ്രസ്സിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല. കുടുംബാധിപത്യം ഏകാധിപത്യവും അല്ലെങ്കിൽ ഫാസിസവുമാണ്. കർമ്മമഹിമ കൊണ്ട് പദവി കിട്ടുന്നതാണ് ജനാധിപത്യം. മോദി എടുത്തൊരു നിലപാടുണ്ട്. ആ നിലപാട് യഥാർത്ഥത്തിൽ ഗാന്ധിയൻ നിലപാടായിരുന്നു. അതിലേറ്റവും വലിയ കളവ് നെഹ്റു ഗാന്ധി ശിഷ്യനാണെന്നുള്ളതാണ്. ഒരിക്കലും അല്ലായിരുന്നു. ഗാന്ധി നടത്തിയിരിക്കുന്ന ഐതിഹാസികമായിട്ടുള്ള ഏത് സമരത്തിലാണ് നെഹ്റു പങ്കെടുത്തേക്കണം? രാധാകൃഷ്ണൻ സാർ, യെസ്, ഇന്ത്യ ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്തേ. അപ്പോൾ വളരെ സന്തോഷം. വടയാർ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതിലും അത് വിജയിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഗുരുഭൂതന്മാരിൽ ഒരാളാണ് സാർ. സാറിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളും അർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹവും വേണം. പക്ഷേ സാർ, എനിക്ക് രാവിലെ സാറിന് അത്ര ഹിതകരമല്ലാത്തൊരു കാര്യം എനിക്ക് ചോദിക്കാം. സാർ ക്ഷമിക്കണം, സാറിനെ പ്രകോപിപ്പിക്കാവുന്നൊരു ചോദ്യം. അപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ ആകുമ്പോൾ കുറച്ചൊരു സത്യസന്ധത വേണം. അല്ല, അങ്ങനെയല്ല, അത് നിങ്ങളുടെ ജോലി അതല്ലേ, നിങ്ങൾ ചെയ്യണം. സാർ ഇപ്പോൾ BJP സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. അതെ. പക്ഷേ സാറ് അറിയപ്പെട്ടിരുന്നത് കോൺഗ്രസിൻ്റെ ഒരാളായിട്ടാണ്. കോൺഗ്രസ് പാർട്ടി സാറിനെ വൈസ് ചാൻസലറാക്കി, PSCയുടെ ചെയർമാനാക്കി. അങ്ങനെ ഒരു സാധാരണ മനുഷ്യന് പ്രാപിക്കാൻ കഴിയാത്ത വലിയ പദവികൾ സാറിന് തന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഓക്കെ. സാർ ആ കോൺഗ്രസിനെ വഞ്ചിച്ചിട്ട് BJP പോയി എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ പൈതൃകത്തെ മുഴുവൻ ചോദ്യം ചെയ്യുകയാണ്. എത്രയോ കാലം സാറ് ഭാഗമായിരുന്ന, സാറിന് വലിയ പദവികൾ തന്ന ആ പ്രസ്ഥാനത്തിൻ്റെ വേരുകൾ മുറിക്കുന്ന തരത്തിൽ ഇന്നലെയും സാറ് സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധിക്കപ്പെട്ട നെഹ്റുവിനെ വല്ലാതെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. മര്യാദയാണോ സാർ? ആ ചോദ്യം ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു. സുനിൽ പറഞ്ഞതുപോലെ തന്നെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് KSUവിൻ്റെ സമരത്തിൽ പങ്കെടുക്കുന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അന്ന് ഈ KSU വളർന്നുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. അത് കഴിഞ്ഞ് ഹൈസ്കൂളിലെത്തിയ സമയത്ത് KSUവിൻ്റെ വലിയ നേതാവ് N. വേണുഗോപാലാണ്. നമ്മുടെ പഴയ GCDA ചെയർമാനായിരുന്ന വേണുജിയാണ് അന്ന് അതിൻ്റെ ചെയർമാൻ. വേണുജി വലിയ ശക്തനായിട്ടുള്ള KSU നേതാവായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഇത് വരുത്തുക. അന്ന് തുടങ്ങി SFIക്കാർ അദ്ദേഹം വന്ന് പ്രസംഗിച്ച് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ SFIക്കാർ ചെയ്യുന്നൊരു സൽകൃത്യം ഞങ്ങളെ തല്ലുക എന്നുള്ളതാണ്. പിന്നെ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അത്ര നല്ല നാവാണ് വേണുവിൻ്റേത്. അതെ. അപ്പോൾ മോശമൊന്നുമല്ല, ഇന്നും മോശമല്ല. അപ്പോൾ അതുകൊണ്ട് അവർ തല്ലി എന്നുള്ളതിൻ്റെ പേരിൽ അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. പക്ഷെ അടിച്ചു പോകും. അപ്പോൾ ആ കാലം തുടങ്ങി ഞാൻ കോൺഗ്രസിൻ്റെ സഹചാരിയാണ്. കോൺഗ്രസിൻ്റെ വേണ്ടി പ്രവർത്തിച്ച ആളാണ്. തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ഇതൊക്കെയാണ്. ഇതെല്ലാം വന്ന് ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം വന്ന സമയത്ത് എനിക്ക് പരിചയമുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കളോടും, AK ആൻ്റണി, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, ബെന്നി ബെഹനാൻ, PT തോമസ്, ഇങ്ങനെ എനിക്ക് പരിചയവും അടുപ്പവുമുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കളോടും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ചെക്കനെ വെച്ചുകൊണ്ട് ഈ കോൺഗ്രസ്സിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല. 48 മിനിറ്റും 50 സെക്കൻഡും ശ്രീ AK ആൻ്റണിയോട് എറണാകുളം ഗസ്റ്റ് ഹൗസിലിരുന്ന് ഞാൻ സംസാരിച്ചു. ഓരോ കാരണങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇതല്ല, പാർട്ടി നശിക്കാൻ ഇടവരും. ഇത് കോടാനുകൂടി മനുഷ്യർ അവരുടെ ജീവൻ സമർപ്പിച്ചുണ്ടാക്കിയെടുത്ത പ്രസ്ഥാനമാണ്. ജീവൻ ഇൻവെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അത് ഒരു കുടുംബത്തിലെ തലക്ക് സ്ഥിരതയില്ലാത്ത ഒരു ചെക്കനിൻ്റെ താല്പര്യത്തിന് വേണ്ടി നശിപ്പിക്കരുത്. ആദ്യമായിട്ട് ജീവിതത്തിൽ എൻ്റെ അടുത്ത് ഒരു ഇംഗ്ലീഷ് വാചകം ആൻ്റണി പറഞ്ഞു, I beg to differ എന്ന്. ബാക്കിയുള്ളവരിൽ ചിലരെല്ലാം മൗനം പൂണ്ടു. ബാക്കിയുള്ളവർ പറഞ്ഞത് നീ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ ഈ പാർട്ടിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അയാൾ അംഗീകരിച്ചേ പറ്റൂ. നമ്മൾ അതിനകത്ത് നിൽക്കാതിരിക്കാൻ കഴിയുമല്ലോ. ഇത് 2014 സംഭവിക്കുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. തിരഞ്ഞെടുപ്പ് ആയിട്ടില്ല കേട്ടോ അന്ന്. പക്ഷേ ഇയാളിങ്ങനെ വരെയാണ്. ഇയാളെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ബോധ്യം ഇയാളെ കൊണ്ട് സാധ്യമല്ല, എന്തോ ഒരു കുഴപ്പമുണ്ട്, സാധ്യമല്ല എന്നുള്ള കാര്യത്തിൽ. കാരണം ഒരു രാജ്യം നയിക്കാൻ കെൽപ്പുള്ളൊരു നേതാവിൻ്റെ സാന്നിധ്യം നമുക്കറിയാമല്ലോ, ഒരു സ്റ്റേച്ചർ നമുക്ക് അറിയാം. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരുവന് ഇന്ത്യയുടെ പരമോന്നത പദവിയിലെത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷം, അതാണ് ജനാധിപത്യം. കുടുംബാധിപത്യം ഏകാധിപത്യവും അല്ലെങ്കിൽ ഫാസിസവുമാണ്. കാരണം ജന്മമഹത്വം കൊണ്ട് ഈ ഓരോ പദവികൾ കിട്ടണം എന്നുള്ളതാണ്.
കർമ്മമഹിമ കൊണ്ട് പദവി കിട്ടുന്നതാണ് ജനാധിപത്യം. ജന്മമഹത്വം കൊണ്ട് പദവി കിട്ടുന്നത് ഏകാധിപത്യമോ ഫാസിസമോ ആണ്. അപ്പോൾ ആ ഏകാധിപത്യത്തിലേക്കും ഫാസിസത്തിലേക്കും ഇത് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരം ഒരു കാര്യം പാടില്ല എന്നൊരു നിലപാടായിരുന്നു എൻ്റേത്. രണ്ടാമത്തെ കാര്യം, മോദി വന്നതിന് ശേഷം മോദി എടുത്തൊരു നിലപാടുണ്ട്. ആ നിലപാട് യഥാർത്ഥത്തിൽ ഗാന്ധിയൻ നിലപാടായിരുന്നു. കോൺഗ്രസ്സുകാർക്ക് അത് മനസ്സിലായില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ കണ്ടുമുട്ടിയ ഏറ്റവും ദരിദ്രനും നിരാലംബനും നിസ്സഹായനുമായ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജീവിതം പ്രചോദനകരമാകുന്നൊരു പ്രവൃത്തി ഉണ്ടെങ്കിൽ അതാണ് ശരി എന്ന് പറഞ്ഞിട്ടുണ്ട്. മോദി എടുത്തേക്കണ ഓരോ പ്രോജക്റ്റ് നിങ്ങൾ എടുത്തു നോക്ക്. അന്നയോജന, വിശക്കാത്തവൻ ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല. വിശക്കുന്നതിന് മുന്നിൽ ദൈവത്തിൻ്റെ രൂപത്തിൽ ദൈവം അപ്പത്തിൻ്റെ രൂപത്തിലാണ് ദൈവം വരുന്നത്. വിശക്കുന്നവൻ ഉണ്ടാകാൻ പാടില്ല. ആരോഗ്യം സംരക്ഷിക്കപ്പെടണം, വിദ്യാഭ്യാസം സംരക്ഷിക്കപ്പെടണം, കിടപ്പാടം ഉണ്ടാകണം, ശുചിത്വം വേണം. ഈ ശുചിത്വം എന്നുള്ളത് ഗാന്ധി പങ്കെടുത്ത ആദ്യത്തെ AICC 16 ശേഷം സമ്മേളനത്തിൽ ഗാന്ധി ചെയ്ത് എന്താണെന്നറിയാമോ? അവിടെ മുഴുവൻ മലമൂത്ര വിസർജനം നടത്തി വൃത്തികേടാക്കിയിരുന്ന AICC അംഗങ്ങളുടെ ഒരു കക്കൂസ് കുഴി കുത്തിയിട്ട് അതൊക്കെ മൂടി അവിടെ വൃത്തിയാക്കിയാണ്. വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, നമ്മുടെ ജീവിത ശുചിത്വം, സ്വഭാവ ശുചിത്വം, ഇതൊക്കെ അത്യാവശ്യമാണെന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ആ അന്ത്യോദയ സങ്കല്പത്തെ എടുത്തുകൊണ്ട് ഏറ്റവും ഒടുവിൽ നിൽക്കുന്നവന് കൂടി ലഭിക്കുന്നതാണ് വികസനം എന്ന് വികസനത്തിനൊരു പുതിയ കാഴ്ചപ്പാട്, ഗാന്ധിയൻ കാഴ്ചപ്പാട് നൽകിയ ഭരണാധികാരിയാണ് ഇദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എനിക്ക് മോദിയെ സഹായിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇപ്പോഴും ഞാനത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അങ്ങനെ ചെയ്യുന്ന ഒരാളെ സഹായിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. കാരണം ഞാൻ എൻ്റെ ജീവിതം ആരംഭിക്കുന്നത് അതിദരിദ്രനായിട്ടാണ്. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ അതിദാരിദ്ര്യത്തെ നീക്കുന്ന പദ്ധതി ആര് കൊണ്ടുവന്നാലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും. കാരണം ഒന്നുമില്ലാത്തവന് എന്തെങ്കിലും കൊടുക്കുന്നത് വലിയ കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട് സാറിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ ഓർമ്മകൾ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതുണ്ട്. ഇനി രണ്ടാമത്തെ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. എനിക്ക് തന്നു എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും ഒരു കുടുംബം ഇൻവെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണോ? അല്ലല്ലോ. എന്നാണ് കോൺഗ്രസ് ഒരു ബഹുജന പ്രസ്ഥാനമായത്? 1916 ശേഷം. 1916 നടക്കുന്ന ഒരു യോഗത്തിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ, അതിലാണ് ഗാന്ധി പങ്കെടുക്കുന്നത്. ഗാന്ധി ഔദ്യോഗിക പ്രഭാഷകനല്ല. 5 മിനിറ്റ് ഇയാൾക്ക് പ്രസംഗിക്കാൻ കൊടുക്കണമെന്നും ഗോഖലെ ആവശ്യപ്പെട്ടിട്ടാണ് മറ്റും കൊടുത്തതാണ്. ആനി ബെസൻ്റാണ് അധ്യക്ഷത വഹിക്കുന്നത്. ആ യോഗത്തിൽ വെച്ചാണ് ഗാന്ധി പറയുന്നത്, ഇതല്ല ഇന്ത്യയിലെ കോൺഗ്രസ്. ഇന്ത്യയിലെ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യർക്ക് ഈ പ്രസ്ഥാനത്തിൽ അംഗത്വം ലഭിക്കുകയും അവർ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴേ ഇതൊരു ജനകീയ പ്രസ്ഥാനമാകുകയുള്ളൂ. അങ്ങനെ ഇതിനൊരു ജനകീയ പ്രസ്ഥാനമാക്കി വളർത്തി വികസിപ്പിച്ചെടുത്തത് മഹാത്മാഗാന്ധിയാണ്. അതിലൊന്നും ഇദ്ദേഹത്തിൻ്റെ പങ്കില്ല. ആരുടെ? നെഹ്റുവിന് അതിലൊന്നും ഒരു റോളും വഹിക്കാനില്ല. നെഹ്റു ഇല്ല അന്ന് ചിത്രത്തിൽ. അന്നുള്ളത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവായ നെഹ്റുവാണുള്ളത്, മോത്തിലാൽ. അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ഒരു ഓവർ അംബീഷ്യസ് ആയിട്ടുള്ള പിതാവായിരുന്നു. കാരണം അദ്ദേഹം ഹാരോയിൽ പഠിക്കുന്ന മകൻ എഴുതിയ ഒരു കത്തുണ്ട്. ഞാനായിട്ട് കൊണ്ടുവന്നതല്ല അത്. നെഹ്റുവിൻ്റെ ഏറ്റവും വലിയ ആരാധകനെന്ന് വിശേഷിപ്പിക്കുന്ന സാക്ഷാൽ രാമചന്ദ്ര ഗുഹ ഗാന്ധി ദ ഇയേഴ്സ് ദാറ്റ് ചേഞ്ച്ഡ് ദ വേൾഡ് എന്ന് പറയുന്ന ബൃഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അല്ല ഞാൻ കൊണ്ടുവന്നല്ല, ഞാൻ ചരിത്ര ഗവേഷകനല്ല. അതിൽ പറയുന്നത് ആ കത്ത് ഇങ്ങനെയാണ്: മകനെ, അല്പം പോലും അഹങ്കാരമില്ലാതെ ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും. നെഹ്റു കുടുംബത്തിൻ്റെ അസ്ഥിവാരമിട്ടത് ഞാനാണ്. ആ അടിത്തറയിൽ ഒരു മഹാസൗധം പണിത് ഈ നെഹ്റു കുടുംബത്തിൻ്റെ പ്രശസ്തി ആകാശത്തിനും അപ്പുറത്തേക്ക് പോകാനുള്ള ദൗത്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. ഹാരോയിൽ പഠിക്കുന്ന 15 വയസ്സുള്ളൊരു മകന് അന്ന് എഴുതി കൊടുത്ത കത്താണ്. അതിനുശേഷം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഇദ്ദേഹം വന്നിട്ട് ഇദ്ദേഹം ഗാന്ധിയോട് നേരിട്ട് പറയുന്നുള്ളൂ. അതൊക്കെ ആ പുസ്തകത്തിലുണ്ട്. ഞാൻ ഈ കാശൊക്കെ മുടക്കുന്നത് എൻ്റെ മകനെ ഇതിൻ്റെ നേതാവാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഗാന്ധിയിൽ സമ്മർദ്ദം ചെലുത്തിയാണ് നെഹ്റു നേതാവാകുന്നത്. സ്വാഭാവികമല്ല. ഒരു ഘട്ടത്തിലും
നെഹ്റു പ്രസിഡൻ്റ് ആകുന്നത് 1929 ആദ്യം AICC പ്രസിഡൻ്റ് ആകുന്നത്. ഒരൊറ്റ പ്രവിശ്യയും നെഹ്റുവിനെ ഇതാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല. എല്ലാവരും ആവശ്യപ്പെട്ടത് ആരെയെന്നറിയാമോ? സർദാർ പട്ടേലിനെയാണ്. അപ്പം ഗാന്ധി പറഞ്ഞു സർദാറിൻ്റെ സേവനം വിട്ടുതരാൻ പറ്റില്ല, ബർദൗളിയിൽ ഉള്ള കർഷക സമരം അദ്ദേഹമാണ് നടത്തുന്നത്, അതുകൊണ്ട് ആ സമരത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ. ഓ, ബർദോളിയിലെ കാര്യം പറയണം. ഈ മോട്ടിലാൽ ശരിക്കും ഗാന്ധിയെ വിലക്കെടുത്തോ? അല്ല, വിലക്കെടുത്തതല്ല. മോത്തിലാലിന് ഗാന്ധിയെക്കുറിച്ച് ഒരു മതിപ്പുണ്ടായിരുന്നില്ല. അതാണ് ആദ്യത്തെ കാര്യം. 1924 ടൈംസ് ഓഫ് ഇന്ത്യ ഇറക്കിയ ഒരു പഠനമുണ്ട്, ഒരു ലേഖനം, പഠന ലേഖനം. അതിൽ അതിൻ്റെ ചുരുക്കം ഇതാണ്: ഗാന്ധിയുടെ കാലം കഴിഞ്ഞു, ഇന്ത്യയെ ഒരുമിപ്പിച്ച് നിർത്താൻ ഗാന്ധിക്ക് കഴിയില്ല. 1924 അതിന് ഉപോത്ബലകമായിട്ടുള്ള ഇൻപുട്സ് ശേഖരിച്ചിരിക്കുന്നവരിൽ ഒരാൾ മോത്തിലാൽ നെഹ്റു ആണെന്ന് ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. മോത്തിലാലിൻ്റെ പേരെടുത്ത് പറഞ്ഞു തന്നെ. അപ്പോൾ ഗാന്ധിയോട് മോത്തിലാലിനുള്ള മനോഭാവം മനസ്സിലായല്ലോ. സാർ ബർദോളി പറയുമ്പോൾ ബർദോളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അന്നത്തെ ഹൈക്കമാൻഡ് ഗാന്ധിയാണ്. അപ്പോൾ ഹൈക്കമാൻഡിനെ ഏൽപ്പിച്ചിട്ട് പതിവ് പോലെ മാറി നിന്ന്. അപ്പോൾ ഇയാൾ വന്നിട്ട് പറഞ്ഞ് എൻ്റെ മകനെ ആക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ആരും സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് അത് സാധ്യമല്ല എന്ന് പറഞ്ഞ് പുള്ളി തടഞ്ഞു വിട്ട്. ഒത്തുതീർപ്പെന്ന നിലക്ക് ആരെയാക്കി? മോത്തിലാലിനെ പ്രസിഡൻ്റാക്കി. അച്ഛനെ ആക്കിയേക്കാണ്. ഒത്തുതീർപ്പാണ്, കോംപ്രമൈസ് കാൻഡിഡേറ്റ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം എന്താ ചെയ്തതെന്നറിയാമോ? ഇദ്ദേഹം ഒട്ടനെ തന്നെ ചെയ്തത്, എനിക്ക് ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ കഴിയില്ല, എന്നെ സഹായിക്കാൻ വിശ്വസ്തനായ ഒരാൾ വേണം എന്ന് പറഞ്ഞിട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ജനറൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചു. മകനെ പോലെ വിശ്വസ്തൻ വേറെ ആരുമില്ല. അത് തന്നെ ഏറ്റവും വലിയ അപകടമാണ്. കാരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ തനിക്കൊരു വിശ്വസ്തനെ എടുക്കേണ്ടി വന്നപ്പോൾ സ്വന്തം മകനല്ലാതെ വേറെ ആരും ഇല്ല എന്ന് പറയുന്നത് വലിയ അപകടം പിടിച്ചൊരു മനോഭാവമാണ്. മോശമായ ജനാധിപത്യം, വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. എടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞ ഇയാൾ ഉടനെ തന്നെ പറഞ്ഞ് ഇദ്ദേഹത്തെ ആക്കണമെന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഇന്നത്തെ നിലക്ക്, ഇന്നത്തെ ലെവലിൽ 6 ലക്ഷം രൂപ പ്രതിമാസം ശമ്പളം പറ്റിക്കൊണ്ടിരുന്ന ജനറൽ സെക്രട്ടറിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. 6 ലക്ഷം രൂപ അല്ല, ഇന്നത്തെ നിലക്ക് 6 ലക്ഷം രൂപ മോശമല്ലല്ലോ. പിന്നെ 6 ലക്ഷം രൂപ 6 ലക്ഷം ഇന്ത്യൻ പ്രസിഡന്റിന് ശമ്പളമില്ല. അല്ല, അത് അത്രയും കൈപ്പറ്റി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. ആ കാലത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ആഹ്വാനം ഞാൻ വായിച്ചത്. അതും ഇദ്ദേഹം തന്നെ കൊടുത്തിട്ടുണ്ട്. ആര്? ഗുഹ തന്നെ കോട്ട് ചെയ്തിട്ടുണ്ട്. യുവാക്കൾ നിസ്വാർത്ഥരായി ജീവൻ ബലിയർപ്പിച്ച് കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കണമെന്ന്. മാതൃക ഇങ്ങനെയാണ്. വാക്കും കർമ്മവും തമ്മിൽ ബന്ധമറ്റു പോകുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഈ കോൺഗ്രസ്സിനെ ഇവർ ഹൈജാക്ക് ചെയ്തില്ലേ? കോടാനുകൂടി മനുഷ്യരുടെ അധ്വാനവും ജീവനും ഊർജവും സമർപ്പിച്ച ഒരു യജ്ഞത്തിൽ നിന്നും ഉയർന്നു വന്നൊരു മഹാപ്രസ്ഥാനത്തെ നെഹ്റു കുടുംബത്തിന് വേണ്ടി ഹൈജാക്ക് ചെയ്തതിനേക്കാൾ വലിയ ഫാസിസം വേറെ എന്തുണ്ട്? നെഹ്റു AICC പ്രസിഡൻ്റായിട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം വന്നപ്പോൾ ഇതേ തന്ത്രം ഉപയോഗിച്ച് എനിക്ക് വിശ്വസ്തയായ ഒരു സഹായിയെ വേണം. ആരായിരുന്നറിയാമോ ആ സഹായി? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി അത് തന്നെ പറഞ്ഞു, എനിക്ക് ഈ ഇത്രയും പ്രശ്നങ്ങൾ നേരിടാൻ ഒരു സഹായിയെ വേണം. ആരായിരുന്ന സഹായി എന്നറിയാമോ? സഞ്ജയ് ഗാന്ധി. സഞ്ജയ് ഗാന്ധി മരിച്ചപ്പോഴാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം, നെഹ്റു അദ്ദേഹത്തിനോടൊപ്പം നിൽക്കില്ല എന്ന് ഉറപ്പുണ്ടായിരുന്ന എല്ലാവരെയും നെഹ്റു ഒതുക്കി കെട്ടി പുറത്താക്കിയിട്ടുണ്ട്. ഞാൻ അവരുടെ ലിസ്റ്റ് വായിക്കാം. 1 സർദാർ വല്ലഭായ് പട്ടേൽ, 2 അംബേദ്കർ, 3 സവർക്കർ, 4 സുഭാഷ് ചന്ദ്രബോസ്, 5 KM മുൻഷി, 6 രാജേന്ദ്ര പ്രസാദ്, 7 ജയപ്രകാശ് നാരായൺ, 8 രാജാജി, 9 ജോൺ മത്തായി, 10 ഷൺമുഖം ഷെട്ടി. എല്ലാം ചെറിയ ആൾക്കാരാ. ഇവരെല്ലാവരും നെഹ്റുവിനേക്കാൾ വിദ്യാഭ്യാസമുള്ളവരും നെഹ്റുവിനേക്കാൾ കർമ്മശേഷിയുള്ളവരും നെഹ്റുവിനേക്കാൾ ഇന്ത്യയിൽ അംഗീകാരവും ആദരവും ഉണ്ടായിരുന്നവരാണ്. ഞാൻ കേട്ടിട്ടുണ്ട് അംബേദ്കറോട് നെഹ്റുവിന് ഭയങ്കര ജലസി. അല്ല, അംബേദ്കറോട് സുഭാഷ് ചന്ദ്രബോസിനോട് എന്തായിരുന്നു? പട്ടേലിൻ്റെ കാര്യത്തിൽ ഉള്ളത്, പട്ടേൽ മരിച്ചിട്ടും പട്ടേലിനോടുള്ള പക തീർന്നില്ല.
MKK നായരുടെ ആത്മകഥയിൽ MKK നായർ അന്ന് ഡൽഹിയിൽ വർക്ക് ചെയ്യാണ്. പട്ടേൽ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ലീവ് ഞങ്ങൾക്ക് അവിടെ പോകാൻ വേണമെന്ന് പറഞ്ഞിട്ട് ലീവ് അനുവദിച്ചില്ല. ആര്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. എന്നിട്ട് വരണത് വരട്ടെ എന്നും പറഞ്ഞിട്ട് ലീവ് എഴുതി വെച്ചിട്ട് 12 പേര് മാത്രമാണ് അന്ന് ഇന്ത്യ ഗവൺമെൻറ്റിന് ഔദ്യോഗികമായിട്ടില്ല അനൗദ്യോഗികമായി പട്ടേലിനെ കാണാനായി പോയത്. അത് കഴിഞ്ഞതിന് ശേഷം പട്ടേലിൻ്റെ മകള് ദരിദ്രയായി അനാഥയായിട്ടാണ് മരിച്ചത്. ഒരു സഹായവും. ഈ ഗാന്ധിയുടെ അവഗണന അല്ല, നെഹ്റുവിൻ്റെ അവഗണന കൊണ്ടല്ലേ അംബേദ്കർ രാജിവെച്ചത്. ജോൺ മത്തായി മഹാപണ്ഡിതനായിരുന്നു, വലിയ അഡ്മിനിസ്ട്രേറ്ററായിരുന്നു, നമ്മുടെ മലയാളി. അറിയാം. ജോൺ മത്തായിയുടെ മരുമകനാണ് കുര്യൻ. ഏത്? അമൂൽ കുര്യൻ. ആ ജോൺ മത്തായി രാജിവെച്ചത് ഇദ്ദേഹവുമായിട്ട് പിരിഞ്ഞിട്ടാണ്. കാരണം ഇവരെല്ലാവർക്കുള്ള കോമൺ കാര്യം എന്താണെന്നറിയാമോ? നെഹ്റുവിനേക്കാൾ ബുദ്ധിയുണ്ട്, നെഹ്റുവിനേക്കാൾ വിദ്യാഭ്യാസമുണ്ട്, നെഹ്റുവിനേക്കാൾ കഴിവുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സവർക്കർ സഹിച്ചിരിക്കുന്ന ത്യാഗത്തിൻ്റെ 10-1 ത്യാഗം നെഹ്റു സഹിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറയും. ഇല്ല. അല്ല, ജയിലിൽ കിടന്നു പോലും ആനന്ദഭവൻ ജയിലായിട്ട് പ്രഖ്യാപിക്കുമായിരുന്നു. ആനന്ദഭവൻ ജയിലായിട്ട് പ്രഖ്യാപിക്കുന്നു. കൊട്ടാരം ജയിലായി. ഇത് മാത്രമല്ല, ഇങ്ങേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വാചകം അടിച്ചുകൊണ്ട്. പിന്നെ 46 എങ്ങനെയാണ് ഇദ്ദേഹം ആയത്? 46 15 പ്രവിശ്യകളിൽ ഒരെണ്ണം പോലും നെഹ്റുവിൻ്റെ പേര് പറഞ്ഞില്ല. 13 പ്രവിശ്യകളും പറഞ്ഞത് സർദാർ പട്ടേലിൻ്റെ പേരാണ് പ്രധാനമന്ത്രിയായിട്ട്. പതിവനുസരിച്ച് ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തി ഗാന്ധിയെ സമ്മർദ്ദത്തിലാക്കി ആണ് ഇദ്ദേഹം ഇത് ചെയ്യുന്നത്, പ്രധാനമന്ത്രിയാവുന്നത്. ഇനി ഞാൻ വേറൊന്ന് പറയട്ടെ. 1/11/1928 ആ ദിവസം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗാന്ധിക്കൊരു കത്ത് കൊടുത്തു. എന്താണ് കത്തിലെ പ്രമേയം എന്നറിയാമോ? സത്യം, അഹിംസ, മതമൈത്രി, ഹിന്ദു മുസ്ലിം മൈത്രി, ഗ്രാമീണ തൊഴിൽ സംരംഭങ്ങൾ, ചർക്ക, ഖാദി, ഇതിലൊന്നും തനിക്ക് വിശ്വാസമില്ല. താൻ എത്തീയിസ്റ്റാണ്, താൻ സെക്കുലറിസ്റ്റാണ്, താൻ വിശ്വസിക്കുന്നത് പാശ്ചാത്യ സെക്കുലറിസവും സോഷ്യലിസവുമാണ്. അത് നടപ്പായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഒരു കാര്യവും വേണ്ട. ഗാന്ധി കൃത്യം 6 ദിവസം കഴിഞ്ഞപ്പോൾ 17-ാം തീയതി ഒരു കത്തും തിരിച്ചെഴുതി. വിശ്വസ്തനായ ഒരു സുഹൃത്തിനെയും ഒരു സഹപ്രവർത്തകനെയും എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി എൻ്റെ ചോദ്യം സുനിലിനോടാണ്. എന്താണെന്നറിയാമോ? സത്യത്തിലും അഹിംസയിലും വിശ്വാസമില്ലാത്ത ഒരാളാണ് വേറെ എന്ത് പേര് പറഞ്ഞാലും ഗാന്ധി ശിഷ്യൻ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം എനിക്ക് സത്യവും അഹിംസയും എൻ്റെ പ്രാണവായുവാണ്, അതില്ലെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞ ഗാന്ധിയുടെ ഏറ്റവും വലിയ ശിഷ്യൻ ഇദ്ദേഹമാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാകുന്നത്? അല്ല, ഗാന്ധി ഇങ്ങനെ ഒരു കത്ത് അയച്ചു നെഹ്റുവിന് എന്നുള്ളത് ഞാൻ ആദ്യം കേൾക്കുക. ഈ കത്ത് ഇതിനകത്തുണ്ട്. രാമേന്ദ്ര ഗുഹ ആ കത്തും കോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്തെ ആളുകൾക്ക് അതറിയില്ല. അത് ഇനി ഇത് വേറൊരാൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യം. എന്നാൽ നമ്മൾ വളരെ തെറ്റായ ചരിത്രമാണ് നെഹ്റുവിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത്. അതിലേറ്റവും വലിയ കളവ് നെഹ്റു ഗാന്ധി ശിഷ്യനാണെന്നുള്ളതാണ്. ഒരിക്കലും അല്ലായിരുന്നു. ഗാന്ധി നടത്തിയിരിക്കുന്ന ഐതിഹാസികമായിട്ടുള്ള ഏത് സമരത്തിലാണ് നെഹ്റു പങ്കെടുത്തേക്കണം? ശരിയാണ്. ദണ്ഡിയാത്ര മുതൽ ഇങ്ങോട്ട് ദണ്ഡിയാത്രയിൽ ഇല്ലല്ലോ, ഒരിടത്തുമില്ല. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഇയാൾ ജയിലിലായിരുന്നു. ജയിലിൽ പോയിട്ടുണ്ട്. 42 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഇയാൾ ജയിലിൽ പോയിട്ടുണ്ട്. അതാണ് അയാൾ പങ്കെടുത്തേക്കണത്. അത് ജയിലിൽ കിടന്നിട്ടില്ലേ, അല്ലാതെ ഫീൽഡിൽ പോയി വർക്ക് ചെയ്തിട്ടുണ്ടോ? ഫീൽഡിൽ പോയിട്ട് എല്ലായിടത്തും പോയി വർക്ക് ചെയ്തിട്ടുള്ള ആ നേതാവ് സർദാർ പട്ടേലാണ്. അതുകൊണ്ട് തന്നെ സർദാർ പട്ടേലിനോട് നെഹ്റുവിന് സർദാർ പട്ടേലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു. എന്താ കാരണം? സർദാർ പട്ടേലിന് നിയമപരമായിട്ടും ജനാധിപത്യപരമായിട്ടും ലഭിക്കേണ്ട പദവികൾ അനർഹമായി തട്ടിയെടുത്തതാണ് താനെന്ന് കട്ട മുതൽ കൈവശം വെച്ചിരിക്കുന്നവന് എപ്പോഴും അതിൻ്റെ പേരിലൊരു ഇൻഫീരിയോറിറ്റി തോന്നുമല്ലോ. തീർച്ചയായും. ഇല്ലേ? എന്താണ് അരിപ്പാഞ്ചിയിട് പറയുന്നില്ലേ? എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അധ്വാനിച്ച് നേടുന്നതാണെങ്കിൽ അതിനകത്തൊരു ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമുണ്ട്. മോഷ്ടിച്ചെടുക്കുന്നതാണെങ്കിൽ അത് എപ്പോഴും നമ്മളെ അപകർഷത്തിലേക്ക് നയിക്കും എന്ന് പറയുന്ന ഈ അപകർഷത ബോധം ഉണ്ടായിരുന്നു. പിന്നെ
ഇയാൾ പുറത്താക്കിയിട്ടുള്ള എല്ലാവരും. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? യഥാർത്ഥ ഗാന്ധിയന്മാരായിട്ടുള്ളവരെ മുഴുവൻ കോൺഗ്രസിൽ നിന്ന് അകറ്റി. സത്യമല്ലേ? എല്ലാവരെയും അകറ്റി. നെഹ്റുവിന് വേണ്ടി സ്തുതിഗീതം പാടുന്നവരെ മാത്രമായി കോൺഗ്രസ് വെക്കുകയും അങ്ങനെ കോടാനുകോടി മനുഷ്യർ അവരുടെ അധ്വാനം ഒരു ഹോമകുണ്ഡത്തിൽ എന്ന വണ്ണം ജീവൻ ഹോമിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു മഹത്തായ പ്രസ്ഥാനത്തെ ഒരു കുടുംബത്തിൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി തട്ടിയെടുത്ത് കയ്യിൽ വെച്ച ഒരാളോട് ബഹുമാനം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ പ്രയാസമാണ്. ഞാൻ എൻ്റെ ആദ്യത്തെ ചോദ്യം പിൻവലിച്ചു സാർ. എനിക്ക് ബഹുമാനമില്ല, എനിക്ക് ഒട്ടും ബഹുമാനമില്ല. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രേക്ഷകർ ഇത് കേൾക്കുമ്പോൾ കോൺഗ്രസിനോട് അനുഭാവമുള്ള അല്ലെങ്കിൽ നെഹ്റുവിനോട് അനുഭാവമുള്ള ഇനി ഒരു കാര്യം ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, അല്ല ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കട്ടെ. ഇത് പറഞ്ഞിട്ട് പറയുന്നതാണ് അത് തന്നതല്ലെന്ന്. തന്നതോ? എന്താ ഇത്? നെഹ്റു കുടുംബം വല്ല ഇൻവെസ്റ്റ് ചെയ്തുണ്ടാക്കിയേക്കണ ഒരു പ്രസ്ഥാനം, ഒരു കോർപ്പറേറ്റ് ഫേമാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? എൻ്റെ പൂർവികരടക്കമുള്ളവർ അവരുടെ ജീവൻ ബലി കൊടുത്ത് ഞാൻ അടക്കമുള്ളവർ പ്രവർത്തിച്ചുണ്ടാക്കിയതാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിൽ നിന്ന് എനിക്ക് എന്ത് ലഭിക്കുന്നതും സ്വാഭാവികമായി കിട്ടുന്നതാണ്. എൻ്റെ വൈസ് ചാൻസലർ പദവിയും എൻ്റെ വാക്കും പ്രവൃത്തിയും എഴുത്തും ഞാൻ ആ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പ്രവൃത്തിയും അതിന് സ്വാഭാവികമായിട്ട് കിട്ടുന്നതല്ലേ. എനിക്കും എം പിയും എം എൽ എയും മന്ത്രിയും ഒക്കെ ആകാനുള്ള യോഗ്യതയുണ്ട് മറ്റാരേക്കാളും. അപ്പോൾ അതൊക്കെ തന്നതാണെന്ന് പറഞ്ഞാൽ എന്താണ് ഇത്? സോണിയാഗാന്ധി ഇറ്റലിയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണോ കോൺഗ്രസ് എനിക്ക് തരാനായിട്ട്? അല്ലല്ലോ. ഇനിയിപ്പോൾ കുറേ കഴിയുമ്പോഴേക്കും കോൺഗ്രസ്സുകാർ പറയും സോണിയ ആയിരുന്നു യഥാർത്ഥ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് പറയും. അതിന് പോലും മടിയില്ലാത്തവരാണ്. ആ ലെവലിൽ അധപ്പതിച്ചു. ആ അധപ്പതനമാണ് ഇപ്പോൾ കാണുന്നത്. ഇതെന്താ? ഒരു മഹാപ്രസ്ഥാനത്തെ ഒരു കുടുംബത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി ഒറ്റ കൊടുക്കുമെന്ന് അതിന് കൂട്ടു നിൽക്കുന്നു. അതിനേക്കാൾ വലിയ നാണക്കേടൊന്നും അല്ലല്ലോ ഇത്. കോൺഗ്രസിൻ്റെ ചരിത്രം വായിച്ചു നോക്കണം. ഞാൻ വായിച്ചിട്ടുണ്ട്. ആദ്യ ചരിത്രകാരൻ പട്ടാഭി സീതാരാമയ്യയാണ്. 1885 തുടങ്ങി 1935 വരെയുള്ള ചരിത്രം എഴുതിയിട്ടുണ്ട്. ആ ചരിത്രത്തിൽ ഒന്നും നെഹ്റു ഇങ്ങനെ ഉയർന്നു വരുന്നില്ല. അതിനുശേഷം 47 ശേഷം പാണന്മാരെഴുതിയ ചരിത്രമുണ്ട്. അതാണ് ഞാനും നിങ്ങളും ഒക്കെ പഠിച്ചത്. അതെ. ഞാൻ ഇനി ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്, ഇത് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിക്കുന്നു, ആ വാർത്ത നിങ്ങൾ കേൾക്കുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് സാഹിത്യം പറയാൻ പറ്റുമോ? ഇല്ല, പറ്റില്ലല്ലോ. വാക്കുകൾ പുറത്തു വരില്ല. അല്ല, സാഹിത്യം പറയാൻ പറ്റില്ലല്ലോ. ഗാന്ധി മരിച്ചപ്പോൾ ഇയാൾ പറഞ്ഞ എന്താണ് നെഹ്റു? ദ ലൈറ്റ് ഈസ് ഔട്ട്. സാഹിത്യമാണ്. എന്ന് വെച്ചാൽ ഗാന്ധിയെ കണ്ട അന്ന് തുടങ്ങി ഗാന്ധി മരിക്കുമ്പോൾ എന്ത് പറയണം എന്നുള്ള കാര്യം 100 വട്ടം എഴുതി റെഡിയാക്കി വെച്ചിട്ടാണ് ഇത് പറഞ്ഞത്. ഈ പത്രാഫീസുകളിലെ ആൾ മരിക്കുമ്പോൾ കൊടുക്കാനായിട്ട് നമ്മൾ നേരത്തെ ഒപ്പിച്ചത് നിവൃത്തിയില്ല നമുക്ക്. അതെ അതെ, അത് നിവൃത്തിയില്ല. കാരണം പണിയുടെ ഭാഗമാണ്. ഞാനും ചെയ്തിട്ടുണ്ട്, നിങ്ങളും ചെയ്യും. നമുക്ക് ഒബിച്ചറി എഴുതി കൊടുത്തേ പറ്റും. അപ്പോൾ നമ്മൾ മരിച്ചാലും നമുക്ക് ഒബിച്ചറി എഴുതി ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ തരത്തിലുള്ള കാപട്യത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ പ്രതിഷ്ഠിച്ചതിൻ്റെ ഹേതുഭൂതൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണെന്ന് പറയാൻ എനിക്ക് അല്പം പോലും മടിയില്ല. എൻ്റെ തന്തക്ക് വിളിച്ചിട്ടൊന്നും ഇതിൻ്റെ പേരിൽ കാര്യമില്ല. നിങ്ങൾ രാമചന്ദ്ര ഗുഹ എഴുതിയിരിക്കുന്ന പുസ്തകമെങ്കിലും മിനിമം വായിച്ചു നോക്കുക. അതിൽ സാറുമായിട്ട് ഒരുപാട് സംഭാഷണങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിച്ചത് ഞാൻ സാറിൻ്റെ ഒരു ക്ലാസ് മുറിയിലിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. വലിയ സന്തോഷം സാർ. താങ്ക് യു.